ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കിതവിടെ ഉച്ചയ്ക്ക് കറി വെക്കാനായിട്ട് അയിലയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. നമുക്കിത് അയില ഒന്ന് മുളകിട്ടെടുക്കാം കേട്ടോ. ഞാൻ അതാ സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഒരു 3 ചെറിയ തക്കാളിയും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയുള്ളി കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഇഞ്ചി വെളുത്തുള്ളി അത് 3ഉം കൂടെ ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 2 പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട്. ഇതാ നമുക്ക് വലിയ അയിലയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അത് ഇതാ നടുക്ക് കഷ്ണം വെട്ടി വെച്ചിട്ടുണ്ട്. അത് മുളകിടാനായിട്ട് ഇതാ അടുപ്പിലോട്ടൊരു പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് നമുക്കിതാ പാത്രം ചൂടായപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കേ. ഇതാ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉലുവട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഇതിലോട്ട് ഇതാ ചതച്ച് വെച്ചിട്ടുള്ള പെരിഞ്ചീരകം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചതച്ച് വെച്ച ചെറിയുള്ളി ഉണ്ടല്ലോ, അതും ഇഞ്ചും വെളുത്തുള്ളിയും കൂടെ ആദ്യം ഒന്ന് വെളിച്ചെണ്ണയിലിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. നമുക്ക് ആദ്യം ഒന്ന് അത് നല്ലോണം വെളിച്ചെണ്ണയിലിട്ട് നല്ലോണം മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതാ നമ്മൾ അരിഞ്ഞ് വെച്ച നമ്മൾ സവാളയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് സവാളയും പിന്നെ കറിവേപ്പിലയും പച്ചമുളക് കേട്ടോ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കട്ടെ. നമുക്കിനി ഇതാ സവാളയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലോണം ഒന്ന് നമുക്ക് മിക്സ് ചെയ്തിട്ടൊന്ന് മൂടി വെച്ച് വേവിക്കട്ടോ. ഈ സവാള ഇട്ടപ്പോൾ തന്നെ ഞാൻ ഇതിലോട്ട് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ ആഡായിട്ടില്ലേ. നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. സവാള ഇതാ നല്ലോണം ഒന്ന് വയന്ന് വന്നിട്ടുണ്ട് കേട്ടോ. മൂടി വെച്ചപ്പം കല്ലുപ്പിട്ടുണ്ട് നല്ലോണം മൂടി വെച്ചാൽ തന്നെ സവാള വേഗം ഒന്ന് വെന്ത് വരുമല്ലോ. ഇതിലോട്ട് ഇതാ പൊടികളായിട്ട് 2 സ്പൂൺ മുഴുവനായിട്ട് മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഒരു 1/2 സ്പൂണ് ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതും കൂടെ ഇതാ ഈ പൊടിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഈ എണ്ണയിലിട്ടൊന്ന് നമുക്കൊന്ന് മൂപ്പിച്ച് അതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അരിഞ്ഞ് വെച്ച് തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ തക്കാളിയൊക്കെ നല്ലോണം വെന്ത് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ പുളി ഇതാ പുഴിഞ്ഞ് അതിൻ്റെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടെ നമുക്ക് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക. ഇതാ പുളിവെള്ളമൊക്കെ ഞാൻ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എത്രയാണോ കറി വേണ്ടേ അത്രയും നമുക്കിതാ വെള്ളം കൂടി ഈ ടൈമിൽ നമുക്ക് പാർന്ന് കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് കറിക്കനുസരിച്ച് വെള്ളം കൂടെ ഞാനിത് ഇതിലോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് നല്ലോണം ഒന്ന് വെട്ടി തിളച്ച് വരണം കേട്ടോ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യേ. ഇതാ നല്ലോണം ഒന്ന് വെട്ടി തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് ഇതാ മീൻ കഷ്ണങ്ങളൊക്കെ ഓരോന്നായിട്ട് പെറുക്കിയിട്ട് കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ പ്ലീസ്. എന്താ മീൻ കഷ്ണങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് കറിക്ക് ഇതിലിങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇതങ്ങനെ എല്ലാതും നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം അതൊക്കെ കയ്യിലോണ്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കറിയിലോട്ടൊന്ന് മുങ്ങി കിടക്കുന്ന രീതിയിലൊന്ന് മീനൊക്കെ നമുക്കൊന്ന് അമർത്തി വെച്ച് കൊടുക്കുക. ഇതെല്ലാം മീൻ കഷ്ണങ്ങളൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ലോണം തിളച്ച് മീനൊക്കെ ഇതാ ഏകദേശം വെന്ത് വരുന്ന രീതിക്കായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇളക്കുമ്പോൾ ഒന്ന് കരുതി ഇളക്കുക കേട്ടോ. ഇതാ മീനൊക്കെ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത റെസിപ്പി ആയിട്ട് വരും വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.